അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് നല്ല കിടിലൻ ഒരു അമൃതപ്പൊടി വെച്ചുണ്ടാക്കുന്ന അടിപൊളി ഉണ്ടയാണ്. അമൃതപ്പൊടി മരിയാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഹെൽത്തി ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഇതിൽ പഞ്ചസാര യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഹെൽത്തി ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അടികട്ടിയുള്ള നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് അരി വറുത്തെടുക്കണം. നിങ്ങൾ ഏതരിയാണോ യൂസ് ചെയ്യുന്നത് ചോറിന്, ആ അരി നിങ്ങളുടെ ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ അത് വറുത്തെടുക്കുക. നന്നായിട്ട് വറുത്തെടുക്കുക. നല്ലൊരു എന്താ പറയുക, ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. കരിഞ്ഞു പോവരുത്. കരിയാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കുക. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ അമൃതപ്പൊടിയാണ്. അതറിയാമല്ലോ, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അംഗൻവാടികളിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം. നല്ല കിടിലൻ ടേസ്റ്റാണ്. എന്താ പറയുക, തിന്നതിനെ വീണ്ടും കുട്ടികൾ ചോദിക്കും. അത്രയ്ക്കും അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അരി വറുത്ത് വരാം. അപ്പോൾ നമ്മൾ അരിയൊക്കെ വറുത്ത് നല്ല ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലെ നല്ല ഗോൾഡൻ കളറാണ്, കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ലൊരു കാണാൻ പറ്റുന്ന നല്ല എന്താ പറയുക, നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു ഗോൾഡൻ കളർ. അങ്ങനെ വറുത്തെടുത്ത അരി നമുക്ക് എന്താക്കാം, തണുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെക്കുന്നതാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ഫൈൻ പൗഡറാക്കിയിട്ട് എടുക്കണം. ഇത് നല്ലോണം പൊടിയണം. അതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. കാരമലൈസ് ചെയ്യുന്നില്ല, പഞ്ചസാര കുറച്ച് ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ അതിനെ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഐറ്റത്തിൽ ഹെൽത്തി അല്ലാത്തൊരു ഐറ്റമാണ് പഞ്ചസാര. ശരിക്കും ഇതിൽ പിന്നെ വെള്ളമാണ് ചേർക്കേണ്ടത്, നമ്മുടെ ജാഗിരി. പക്ഷേ അതിൻ്റെ അടുത്തില്ല, ശർക്കര എന്ന് പറയുന്ന സാധനം അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര വെച്ചിട്ടുണ്ടാക്കിയതാണ്. പിന്നെ അത് ശർക്കര യൂസ് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അങ്ങനെ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് അല്ല, ഞാൻ ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കിയത് ശരിക്കും. പിന്നെ കാരമലൈസ് എന്ന് പറയുമ്പോൾ പഞ്ചസാരയിൽ വെള്ളം ചേർക്കാതെ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നതല്ലേ. ഇതിൽ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് കുറച്ച്, പക്ഷേ അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ നല്ല മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് അതും ഒന്ന് എന്താ പറയുക, തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇത് ചിലവർ പറയുന്ന പോലെ ഒറ്റനൂൽ പരുവം അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് ഇത് എനിക്കൊന്ന് കാണുമ്പോൾ ഒരു വേണ്ടുന്നൊരു തിക്നെസ്സും വേണ്ടുന്നൊരു കൺസിസ്റ്റൻസിയിലായപ്പോൾ തന്നെ ഞാൻ ഓഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ചെടുത്ത അരി, നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ അരിയും അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ അമൃതപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ അമൃതപ്പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ ഇപ്പോൾ ഒഴിച്ചത് തേങ്ങ വെള്ളമാണ്. സാധാ നോർമൽ വാട്ടർ ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല, നല്ല തേങ്ങൻ്റെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ടേസ്റ്റ് തരും. പിന്നെ കുറച്ചായിട്ട് നമ്മുടെ പിന്നെ പഞ്ചസാര മെൽറ്റ് ചെയ്തതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പിന്നെ ഉണ്ടയാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കണം. അതും കൂടി ആയിക്കിന് ഇവിടെ ഉണ്ട ഉണ്ടാക്കേണ്ട ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് നല്ലപോലെ ഓരോ ബോൾസാക്കി എടുക്കാം. ഇനി പിന്നെന്താ, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.